ക്ഷേമ പെൻഷൻ വോട്ടിനുള്ള കൈക്കൂലി ആണെന്ന കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM നേതാവും മുൻ ധനവകുപ്പ് മന്ത്രിയുമായ തോമസ് ഐസക്. ക്ഷേമ പെൻഷൻ നൽകുന്നതിനെ തുടക്കം മുതലേ എതിർപ്പ് കാണിച്ചവരാണ് കോൺഗ്രസ് എന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വലിയ ദുഷ്പ്രചാരണമാണ് UDF നടത്തിയത്. പാവങ്ങൾക്ക് സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ഇടതുപക്ഷ നിലപാട്. പാവങ്ങളെ അങ്ങനെ ഖജനാവിൽ നിന്നും പണം മുടക്കി സംരക്ഷിക്കേണ്ടതില്ല എന്നതാണ് വലതുപക്ഷ നിലപാടും ഉയർത്തുന്നത്. അതിന്റെ ഈർഷ്യയാണ് കെ.സി. വേണുഗോപാലിന്റെ പരിഹാസമെന്നും അതിനുള്ള മറുപടി ജനങ്ങളിൽ നിന്ന് കിട്ടുമെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. പാവങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് വോട്ട് കിട്ടാനുള്ള കൈക്കൂലിയാണത്രേ. കോൺഗ്രസിന്റെ വലിയ നേതാക്കളിൽ ഒരാളാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന. ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ആ പാർട്ടിയുടെ ഉള്ളിലിരിപ്പിന്റെ സൂചനയാണത്. തുച്ഛമായ പെൻഷൻ തുക പോലും പാവങ്ങൾക്ക് കൃത്യമായി വിതരണം ചെയ്യാൻ ഒരു കാലത്തും UDF സർക്കാർ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പണം ചെലവഴിക്കൽ UDFന്റെ നയമല്ല, മുൻഗണനയുമല്ല. കേരളത്തിൽ ക്ഷേമ പെൻഷൻ നടപ്പാക്കിയതിന്റെയോ പെൻഷൻ തുക കാലോചിതമായി പരിഷ്കരിച്ചതിന്റെയോ ഒരു ക്രെഡിറ്റും UDFന് ഇല്ലാത്തതിന്റെ കാരണം ഇതാണ്. കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾക്ക് തുടക്കം കുറിച്ചത് 1980-ലെ E.K. നായനാർ സർക്കാരാണ്. 60 വയസ്സ് കഴിഞ്ഞ കർഷകർ തൊഴിലാളികൾക്ക് പ്രതിമാസം 45 രൂപ നിരക്കിൽ പെൻഷൻ അനുവദിച്ചു. എന്തൊരു പുകിലായിരുന്നു അന്ന്. ഇങ്ങനെ പെൻഷൻ ഏർപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്ന് വിമർശിച്ചത് അന്നത്തെ കോൺഗ്രസ് നേതാവ് K. കരുണാകരനാണ്. ആ കരുണാകരന്റെ അനുനായിയായിട്ടാണ് കെ.സി. വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ എത്തിയത്. ഉൽപാദനപരമല്ലാത്ത ഇത്തരം കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ധൂർത്താണെന്നാണ് പല പണ്ഡിതന്മാരും വിമർശിച്ചത് അന്ന്. അതിനെയൊക്കെ മറികടന്നാണ് നിശ്ചയദാർഢ്യത്തോടെ E.K. നായനാർ സർക്കാർ പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1982-ൽ നായനാർ സർക്കാർ അധികാരമൊഴിഞ്ഞിരുന്നു. തുടർന്ന് വന്ന കരുണാകരൻ സർക്കാർ ഒറ്റ പൈസ പെൻഷൻ കൂട്ടാൻ തയ്യാറായതുമില്ല. ഈ പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കാൻ 1987-ലെ E.K. നായനാരുടെ സർക്കാർ വീണ്ടും അധികാരത്തിലേറേണ്ട അവസ്ഥയായിരുന്നു. മറ്റു ചില വിഭാഗങ്ങൾക്കും ക്ഷേമനിധികൾ രൂപീകരിക്കപ്പെട്ടു. അടുത്ത 5 വർഷം UDFന്റെ ഊഴമായിരുന്നു. ഒരു പൈസ പോലും പെൻഷൻ ഉയർത്തിയില്ല. 1996-ൽ E.K. നായനാർ സർക്കാർ പെൻഷൻ 120 രൂപയായി വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച 120 രൂപ വയോജന പെൻഷന്റെ പ്രഖ്യാപനം വന്നത് UDFന്റെ കാലത്താണ്. അതുപോലും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ E.K. നായനാർ മുഖ്യമന്ത്രിയാകേണ്ടി വന്നു. 2006-ലെ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? അന്ന് 120 രൂപയായിരുന്ന പെൻഷൻ 28 മാസം കുടിശ്ശിക വരുത്തിയിട്ടാണ് A.K. ആന്റണി സർക്കാർ അധികാരമൊഴിഞ്ഞത്. ആ കുടിശ്ശിക കൊടുത്ത് തീർത്ത ശേഷമാണ് VS സർക്കാർ ഭരണം തുടങ്ങിയത്. ഞങ്ങൾ അത് 500 രൂപയാക്കി ഉയർത്തി എന്ന് മാത്രമല്ല, ആ സർക്കാരിന്റെ കാലത്ത് 1 രൂപ പോലും കുടിശ്ശികയും കൊടുത്തിട്ടില്ല. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. അവരുടെ ഭരണം അവസാനിച്ചപ്പോൾ 600 രൂപ പെൻഷൻ എന്നുള്ളത് 18 മാസ കുടിശ്ശികയുമായി. ആ കുടിശ്ശിക കൊടുത്തു തീർത്ത് 1ാം പിണറായി സർക്കാരാണ്. ഇതുവരെ 1 രൂപ കുടിശ്ശിക വന്നിട്ടില്ലെന്ന് മാത്രമല്ല, പെൻഷൻ തുക 600-ൽ നിന്നും 1600 രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2006 മുതൽ ഇതുവരെയുള്ള കാലമെടുത്താൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 110-ൽ നിന്നും 1600 രൂപയായി. അതിൽ UDF സർക്കാർ വരുത്തിയത് വെറും 100 രൂപയുടെ വർധനവ് മാത്രമാണ്. അതുതന്നെയാണ് 1.5 വർഷം കുടിശ്ശികയുമാക്കിയത്. ഇതാണ് UDFന്റെ സംഭാവന. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 34 ലക്ഷം പേർക്കായിരുന്നു പെൻഷനെങ്കിൽ ഇന്ന് 62 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്. പെൻഷൻകാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയല്ല ചെയ്തത്, ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയാണ് LDF ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ മരിച്ചുപോയവരുടെ പെൻഷൻ തുടർന്നും വാങ്ങുന്നതിന് എതിരായി, അനർഹർ വാങ്ങുന്നതിനും എതിരായി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫലമായി അർഹരായ ആർക്കെങ്കിലും പെൻഷൻ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാൻ ഒരു മടിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ UDFും BJPയും ചേർന്നാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മറിയമ്മ ചേട്ടത്തിയെ ചട്ടിക്കലവുമായി സമരത്തിന് ഇറക്കിയതെന്ന്. അത് വലിയൊരു വിരോധാഭാസമാണ്. ക്ഷേമ പെൻഷനുകൾ ഇടതുപക്ഷത്തിന്റെ വലിയ നേട്ടമാണ്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർ ഇടതുപക്ഷത്തിന് വലിയ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വലിയ
ദുഷ്പ്രചരണമാണ് UDFന്റെ അടുത്തുനിന്നും ഉണ്ടായത്. മാസം തോറും പെൻഷൻ നൽകുന്നതിന് കഴിഞ്ഞിരുന്നില്ല. ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ചട്ടിക്കലവുമായി ഇറങ്ങിയ മറിയം ചേട്ടത്തി ആയിരുന്നു UDF പ്രചാരണത്തിന്റെ മുഖ്യ തേരാളി. ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണ്. അത് മാസം തോറും ലഭിക്കേണ്ടത് ജനങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്നതിൽ ഇടതുപക്ഷത്തിന് അഭിമാനമേയുള്ളൂ. കാരണം ഞങ്ങളാണ് ആ അഭിമാനം സൃഷ്ടിച്ചത്. ഇടതുപക്ഷ സർക്കാരുകളാണ് 28 മാസവും 18 മാസവും പെൻഷൻ കുടിശ്ശികയില്ലാതെ UDFന്റെ പാരമ്പര്യം ഇല്ലാതാക്കിയത്.